നമസ്കാരം. ജമ്മുവിലെ ദോഡ കിഷ്ട്വാർ മേഖലയിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും 50-ലധികം ഭീകരവാദികൾ ഇവിടെ താവളം ഉറപ്പിച്ചിട്ടുണ്ട് എന്നും വിവരം ലഭിച്ചു. സേന വലിയ തിരച്ചിലാണ്. ഇതുമായി ബന്ധപ്പെട്ട 17 രാഷ്ട്രീയ റൈഫിൾസും 7 ആസാം റൈഫിൾസും അടങ്ങിയ സംഘമാണ് മേഖലയിൽ തിരച്ചിലുകൾ നടത്തുന്നത്. 50-ലധികം ഭീകരവാദികളാണ് ഇവിടെ പതിയിരിക്കുന്നത്. മഞ്ഞുവീഴ്ച വളരെ സജീവമായിട്ടുള്ള ഈ സമയത്ത് അവിടെ തുടരുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് ഭീകരവാദികൾക്ക്. ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നതിനും ഭീകരവാദികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ പ്രാദേശികമായി ലഭിക്കുന്ന ഒരു പിന്തുണയാണ് ഭീകരവാദികളെ ഇത്തരം മേഖലയിലൂടെ കടക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇപ്പോഴും കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെ കാലമായിട്ട് ജമ്മു കശ്മീരിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും ഇപ്പോഴും ഈ ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്ന പ്രദേശവാസികൾ ഉണ്ട് എന്നത് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടുത്തെ ലോക്കൽ സപ്പോർട്ട്, അവർക്ക് ഭക്ഷണവും താമസവും ഉൾപ്പെടെ വലിയ സന്നാഹങ്ങളാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഒരുക്കി കൊടുക്കുന്നത്. എല്ലാവരുമല്ല, വളരെ അപൂർവം പ്രദേശവാസികൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ ത്വയ്ബ തുടങ്ങിയ ഭീകരവാദ സംഘടനയിലെ സംയുക്തമായിട്ടാണ് ഇത്തരമൊരു ആക്രമണത്തിന് പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ഇത്തരമൊരു ശ്രമത്തെക്കുറിച്ച് സൈന്യം നേരത്തെ തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് ഇത്തരമൊരു വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സൈന്യത്തിന് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ മേഖലയിൽ നിന്ന് ലഭിച്ചതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം മറ്റൊരു ഓപ്പറേഷൻ സിന്ധൂർ 2.0 ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു. അത്തരമൊരു സാഹചര്യമാണ് അതിർത്തിയിൽ രൂപപ്പെട്ടു വരുന്നത്. അത് പാകിസ്ഥാൻ ഈ ഒരു കാരണവശാലും സമാധാന ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ല. ഈ ഭീകരവാദികളെ വീണ്ടും അയച്ചുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുക എന്ന പദ്ധതിയാണ് പാകിസ്ഥാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തുമ്പോൾ വടക്ക് കിഴക്കൻ മേഖലയിൽ ബംഗ്ലാദേശിനെ കൊണ്ട് ആക്രമണം നടത്തിക്കുവാനുള്ള ഒരു പദ്ധതി പാകിസ്ഥാൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് മുഹമ്മദ് യൂനിസ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ പൊടി തട്ടിയെടുത്തുകൊണ്ട് പാകിസ്ഥാൻ തന്നെ ബംഗ്ലാദേശിലേക്ക് അവരോധിക്കുന്നത്. ഇതിന് പിന്തുണയുമായി തുർക്കിയും ഇപ്പോൾ ഉണ്ട്. എന്തായാലും ബംഗ്ലാദേശും ഈ ഭീകരവാദ രാജ്യം പറയുന്നത് കേട്ടിട്ട് ഇന്ത്യക്കെതിരെയുള്ള ഗൂഢശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ഉസ്മാൻ ഹാദിയുടെ ഉൾപ്പെടെയുള്ള കൊലപാതകങ്ങൾ ഇന്ത്യക്ക് നേരെ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതും അവിടെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെയുള്ള വ്യാപകമായ ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ നടത്തുന്നതും. എന്തായാലും ഈ ആക്രമണങ്ങൾക്കെല്ലാം തന്നെ തീർച്ചയായിട്ടും പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇന്ത്യക്കെതിരെ ഇത്തരമൊരു പ്രകോപനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമുഖത്ത് തന്നെ ബംഗ്ലാദേശ് അപ്രത്യക്ഷമാകും. എന്നാൽ അസിം മുനീറിന്റെ ഒരു ഗൂഢശ്രമങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ടാകുകയും പാകിസ്ഥാൻ ISIയും ബംഗ്ലാദേശിലെ ഇത്തരം ഭീകരവാദ ശ്രമങ്ങൾക്ക് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു ശ്രമങ്ങളാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ നടത്തി വരുന്നത്. എന്തായാലും പാകിസ്ഥാൻ എന്ത് തന്നെ വലിയ ശ്രമങ്ങൾ നടത്തിയാലും, ബംഗ്ലാദേശ് തന്നെ വലിയ ശ്രമങ്ങൾ നടത്തിയാലും, ഏത് ഭീകരവാദ ആക്രമണങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ സിലിഗുരി കോറിഡോർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ ശ്രമിച്ചാലും ഇന്ത്യ കനത്ത രീതിയിൽ തിരിച്ചടിക്കും. ഇതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ഇച്ഛാശക്തിയും സൈനിക ബലവും ഭാരതത്തിനുണ്ട്. വളരെ കൃത്യമായ രീതിയിലാണ് സിലിഗുരി കോറിഡോർ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും അതിർത്തികളിൽ സൈനിക സജ്ജമാണ്. ഒരു ആക്രമണത്തിന് ഭാരതം സർവാത്മന സജ്ജമായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.